ഇന്ന് മാർച്ച് 28-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ മോളിവുഡിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് സിനിമാ പ്രേമികൾ കാത്തിരുന്ന സിനിമയാണല്ലോ ദി ഗോട്ട് ലൈഫ്. പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം എന്ന സിനിമയുടെ ആദ്യ പ്രദർശനം അങ്ങനെ കേരളത്തിൽ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു തരത്തിലും നിരാശപ്പെടുത്താത്ത അഭിപ്രായങ്ങളാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. എല്ലായിടത്തു നിന്നും പോസിറ്റീവ് അല്ല, ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ, എക്സ്ട്രാ ഓർഡിനറി മാസ്റ്റർ പീസ് തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് ആടുജീവിതം എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ സമീപകാലത്ത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന ഹൈപ്പുള്ള സിനിമകളിൽ ആ ഹൈപ്പിന് ഒരു തരത്തിലും കോട്ടവും തട്ടാത്ത രീതിയിലുള്ള അഭിപ്രായങ്ങൾ നേടിയെടുക്കുന്ന സിനിമ കൂടിയായിട്ട് പൃഥ്വിരാജിന്റെ ആടുജീവിതം മാറിയിരിക്കുകയാണ്. ഏകദേശം 16 വർഷങ്ങളായിട്ട് വർക്കുകൾ നടക്കുന്ന, ഒപ്പം പൃഥ്വിരാജും ബ്ലസ്സിയും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ കൂടിയായിരുന്നു ദി ഗോട്ട് ലൈഫ്. പലവിധ തടസ്സങ്ങൾ നേരിട്ടാണ് ഇന്ന് മാർച്ച് 28-ന് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഇപ്പോഴത്തെ ആദ്യ ദിവസം തന്നെ പ്രേക്ഷകരുടെ മനം കവരാനായിട്ട് ആടുജീവിതം എന്ന സിനിമയ്ക്ക് ആയിരിക്കുകയാണ്. പൃഥ്വിരാജിനും ഒപ്പം തന്നെ ബ്ലസ്സിക്കുമാണ് എല്ലാവിധ ക്രെഡിറ്റും എന്ന് നിസ്സംശയം പറയാം. ഒരു ഇമോഷണൽ സർവൈവൽ ത്രില്ലർ ഡെസേർട്ട് അഡ്വഞ്ചർ ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന സിനിമയായിട്ടാണ് ആടുജീവിതം തിയേറ്ററുകളിലേക്ക് എത്തിയത്. സിനിമയ്ക്ക് അനുയോജ്യമായ സ്ലോ പേസ് എല്ലാം തന്നെ സിനിമയ്ക്കുണ്ട് എന്നാണ് സിനിമയുടെ അഭിപ്രായങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷെ ഒരു തരത്തിലും സിനിമയെ അതൊരു ലാഗിലേക്കൊന്നും തന്നെ പറിച്ചു നടുന്നില്ല എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. നജീബായിട്ട് സിനിമയിലുടനീളം ജീവിച്ച പൃഥ്വിരാജിന് എങ്ങും മികച്ച അഭിപ്രായങ്ങളാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ചിത്രത്തിന്റെ വിഷ്വൽസ്, BGM, ഒപ്പം തന്നെ ടെക്നിക്കൽ വശങ്ങൾക്കെല്ലാം തന്നെ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമാകുന്നു. കൂടാതെ ബ്ലസ്സി എന്ന സംവിധായകനും സംവിധാന മികവിനും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമാകുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ എല്ലാ മേഖലകൾക്കും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമാകുന്ന സമീപകാലത്തെ അത്യപൂർവ്വം മലയാളം സിനിമകളിൽ ഒന്നായിട്ട് ആടുജീവിതം മാറിയിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വലിയ രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ സിനിമ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രത്തോളം ആടുജീവിതം എന്ന സിനിമ വിജയിക്കണം, മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കണം എന്ന് ആഗ്രഹിച്ച ഒരുപാട് മലയാളി സിനിമാ പ്രേമികളുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ആടുജീവിതം എന്ന നോവൽ പോലെ തന്നെ ദി ഗോട്ട് ലൈഫ് എന്ന സിനിമയും ഒരുപാട് പാനന്ത്യൻ തലങ്ങളിലേക്ക് എത്തപ്പെടട്ടെ, വളരട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. ഒരു മനുഷ്യന്റെ ഇമോഷൻസ് കൊണ്ട് ഞെട്ടിച്ച ആടുജീവിതം എന്ന സിനിമ അങ്ങനെ തിയേറ്ററുകളിൽ ആദ്യ ദിവസം മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമാക്കുമ്പോൾ, നേടിയെടുക്കുമ്പോൾ ഇനി നാം ഉറ്റുനോക്കുന്നത് സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടന റിപ്പോർട്ടുകളിലേക്കാണ്. കാത്തിരിക്കൂ, അടുത്ത ദിവസങ്ങളിലേക്കുള്ള, ഒരുപാട് നാടുകളിലേക്കുള്ള സിനിമയുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ അറിയാനായിട്ട്. കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.